ഡിയർ വ്യൂവേഴ്സ്, സെറ്റ് എക്സാമിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ്. വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മാനേജ്മെൻറ്റ് ഫംഗ്ഷനെ സൂചിപ്പിക്കാനായി പോട്സ്കോർപ്പ് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ലൂതർ ഗിലിക് ആണ് ഇങ്ങനെ ഒരു വാക്ക് ഡെവലപ്പ് ചെയ്തത്. ഓരോ ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പഠിക്കണം. P. Planning. O. Organizing. D. Directing. S. Staffing. C. O ആണ് Coordinating. R. Reporting. B. Budgeting. ലൂതർ ഗിലിക്കിൻ്റെ അഭിപ്രായത്തിൽ മാനേജീരിയൽ ഫംഗ്ഷൻ ഇവയൊക്കെയാണ്: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോഓർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്, മറന്നു പോകരുത്. പോട്സ്കോർപ്പ്: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ജെൻട്രിഫൈകൾ ഐഡൻറ്റിഫൈ ചെയ്തും 5 മാനേജീരിയൽ ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേഷൻ, കൺട്രോൾ. ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേഷൻ, കൺട്രോൾ. ടൈപ്സ് ഓഫ് പ്ലാൻ നോക്കാം. ആദ്യത്തേതാണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ്. സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഈസ് ഡിഫൈനിങ് കമ്പനീസ് ഡയറക്ഷൻ ആൻഡ് ഗോൾസ് ബൈ ടോപ്പ് മാനേജേഴ്സ്. ഒന്നുകൂടി നോക്കാം. സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഈസ് ഡിഫൈനിങ് കമ്പനീസ് ഡയറക്ഷൻ ആൻഡ് ഗോൾസ് ബൈ ടോപ്പ് മാനേജേഴ്സ്. ടാക്ടിക്കൽ പ്ലാനിംഗ്: the identification of specific short range objectives by lower level managers. Tactical planning is the identification of specific short range objective by lower level managers. Operational planning: the setting of work standard and schedule is called operational planning. Operational planning, setting of work standard and schedules. അടുത്തതാണ് contingency planning. Backup plan in case of primary plan fail. It is a backup plan in case of primary plan fail. Standing plan. Standing plans are plans which are made for activities or events which occur regularly. Standing plans are plans which are made for activities or events which occur regularly. ഏതാനും ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ലോങ് ടൈം. സ്റ്റാൻഡിംഗ് പ്ലാൻ യൂസ്ഡ് ലോങ് ടൈം. സ്റ്റാൻഡിംഗ് പ്ലാൻ ഹാവ് വൈഡർ സ്കോപ്പ് ദാൻ സിംഗിൾ യൂസ് പ്ലാൻ. ഇറ്റ് ഈസ് റെപ്പിറ്റേറ്റീവ് ഇൻ നേച്ചർ. എക്സാമ്പിൾ ഓഫ് സ്റ്റാൻഡിംഗ് പ്ലാൻ: പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്സ്. ഫീച്ചേഴ്സ് ഒരിക്കൽ കൂടി നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ലോങ് ടൈം. ഇറ്റ് ഹാവ് വൈഡർ സ്കോപ്പ്. റെപ്പിറ്റേറ്റീവ് ഇൻ നേച്ചർ. എക്സാമ്പിൾ: പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്സ്. Single use plan: these plans which are made for activities or events which do not occur regularly. Standing plan's opposite. Features നോക്കാം. Formed for short period of time. They have narrow scope. They are one-time plan. Example: objectives and budget. ഒന്നുകൂടി ഫീച്ചേഴ്സ് നോക്കാം. Formed for short period of time. They have narrow scope. They are one-time plan, not used recurring situation. Example of single-use plans are objectives, budget. പീസ് ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുള്ളതാണ്. എന്നാൽ 6 പീസ് ഓഫ് പ്ലാനിംഗ് അത്ര സുപരിചിതമല്ല, എങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 6 പീസ് ഓഫ് പ്ലാനിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. പർപ്പസ്, ഫിലോസഫി, പ്രിമൈസ്, പോളിസി, പ്ലാൻ, പ്രയോറിറ്റി. ഒന്നുകൂടി. പർപ്പസ്, ഫിലോസഫി, പ്രിമൈസസ്. പർപ്പസ്, ഫിലോസഫി, പ്രിമൈസസ്. പോളിസി, പ്ലാൻ, പ്രയോറിറ്റി. പോളിസി, പ്ലാൻ, പ്രയോറിറ്റി. തറവായിട്ട് പഠിച്ചാലേ ഓർത്തിരിക്കത്തുള്ളൂ. ഒരിക്കൽ കൂടി നോക്കാം. പർപ്പസ്, ഫിലോസഫി, പ്രിമൈസസ്, പോളിസി, പ്ലാൻ, പ്രയോറിറ്റീസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് പ്ലാൻ. എല്ലാ ടൈമും ഏകദേശം ഒരുപോലെ ഇരിക്കും, എന്നാൽ അവ തമ്മിൽ വ്യത്യാസവുമുണ്ട്. അത് ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ഗോൾസ്, ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾ, പ്രോഗ്രാം, ബഡ്ജറ്റ്. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? ഗോൾസ്, ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾ, പ്രോഗ്രാം, ബഡ്ജറ്റ്. ടൈപ്സ് ഓഫ് പ്ലാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നില്ല, ചെറിയൊരു സമ്മറി നമുക്ക് നോക്കാം. ഗോൾ: ഡിസൈഡിങ് വാട്ട് യു വാണ്ട് ടു അച്ചീവ്. ഗോൾ: ഡിസൈഡിങ് വാട്ട് യു വാണ്ട് ടു അച്ചീവ്. അടുത്തതാണ് മിഷൻ.
It is a core purpose of an organization or a company. Mission is a core purpose of an organization or a company. അടുത്തത് വിഷൻ. വിഷൻ സ്റ്റേറ്റ് വാട്ട് ദി ഓർഗനൈസേഷൻ ആസ്പയർ ടു ബിക്കം ഇൻ ദി ഫ്യൂച്ചർ. വിഷൻ സ്റ്റേറ്റ് വാട്ട് ദി ഓർഗനൈസേഷൻ ആസ്പയർ ടു ബിക്കം ഇൻ ദി ഫ്യൂച്ചർ. മിഷൻ പ്രസൻറ്റിനെയും വിഷൻ ഫ്യൂച്ചറിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് ഇറ്റ് ഈസ് എ പ്രൈമറി ഗോൾ ഓഫ് ആൻ മാനേജ്മെൻറ്റ് ടീം ഓർ സിസ്റ്റം. ഒബ്ജക്റ്റീവ് ഈസ് എ പ്രൈമറി ഗോൾ ഫോർ എ മാനേജ്മെൻറ്റ് ടീം ഓർ സിസ്റ്റം. അടുത്തതാണ് പോളിസി. ഇറ്റ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഫോർമുലേറ്റഡ് ബൈ ഓർഗനൈസേഷൻ ഫോർ ദി ഗൈഡൻസ് ഓഫ് ഇറ്റ്സ് പേഴ്സണൽ. Policy is a general statement which is formulated by an organization for the guidance of its personnel. Strategies. Strategies are techniques used in business control and direction to achieve the set goals. Strategies are techniques used in business control and direction to achieve the set goals. അടുത്തത് procedure. A procedure is a series of related tasks that make up the chronological sequence and established way of performing the work to be accomplished. Procedure is a series of related tasks that make up the chronological sequence and established way of performing the work to be accomplished. അടുത്തതാണ് മെത്തേഡ്. എ വേ ഇൻ വിച്ച് ദി കമ്പനി ഓപ്പറേറ്റ് ഓർ കണ്ടക്ട് ഇറ്റ് ബിസിനസ്. മെത്തേഡ് ഈസ് എ വേ ഇൻ വിച്ച് ദി കമ്പനി ഓപ്പറേറ്റ്സ് ഓർ കണ്ടക്ട് ഇറ്റ്സ് ബിസിനസ്. അടുത്തതാണ് റൂൾ. ഇറ്റ് സ്റ്റേറ്റ് ദി അക്സെപ്റ്റബിൾ ബിഹേവിയർ എലോങ് വിത്ത് ദി കോൺസിക്വൻസ് ഓഫ് ഡിസൊബീഡിയൻസ്. റൂൾ സ്റ്റേറ്റ് ദി അക്സെപ്റ്റബിൾ ബിഹേവിയർ എലോങ് വിത്ത് ദി കോൺസിക്വൻസ് ഓഫ് ഡിസൊബീഡിയൻസ്. പ്രോഗ്രാം നോക്കാം. എ പ്രോഗ്രാം ഈസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഈസ് എ കോൺസിക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ്. ലാസ്റ്റ് വൺ ബഡ്ജറ്റ്. Budget is a monetary or quantitative expression of business plan and policies to persuade in future period of time. Budget is a monetary or quantitative expression of business plan and policies to be pursued in future period of time. മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO. വളരെ പ്രധാനപ്പെട്ടതാണ്. MBO ഫോർമുലേറ്റ് ചെയ്ത ആരാന്ന് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. MBO ഫോർമുലേറ്റഡ് ബൈ പീറ്റർ ഡ്രക്കർ. അദ്ദേഹമാണ് ഫാദർ ഓഫ് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് എ ഫിലോസഫി ഓഫ് മാനേജ്മെൻറ്റ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ സോ ദാറ്റ് ദി മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയി എഗ്രി ടു ദി ഒബ്ജക്റ്റീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഇൻ ദി ഓർഗനൈസേഷൻ. പാർട്ടിസിപ്പേറ്റീവ് ഗോൾ സെറ്റിംഗ് ആണ് ഇതിൻ്റെ പ്രധാന സവിശേഷത. It is a philosophy of management defining objective within an organization so that the management and employee agree to the objective and understand what they are in the organization. അടുത്ത പോയിന്റ് ഒന്ന് നോക്കിയേ. ടു മേക്ക് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് goal and objective setting more effective, Drucker used the acronym SMART. To make MBO goal and objective setting more effective, Drucker used the acronym SMART. SMART എന്താണെന്ന് നോക്കാം. സ്പെസിഫിക്, മെഷറബിൾ, എഗ്രീഡ്, റിയലിസ്റ്റിക്, ടൈം റിലേറ്റഡ്. ഒബ്ജക്റ്റീവിന് വേണ്ട സവിശേഷതയാണ് സ്പെസിഫിക്, മെഷറബിൾ, എഗ്രീഡ്, റിയലിസ്റ്റിക്, ടൈം റിലേറ്റഡ്. മറന്നു പോകരുത്. സ്പെസിഫിക്, മെഷറബിൾ, എഗ്രീഡ്, റിയലിസ്റ്റിക്, ടൈം റിലേറ്റഡ്. മാനേജീരിയൽ ഗ്രിഡ് ഓർ ലീഡർഷിപ്പ് ഗ്രിഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. നെറ്റിനും സെറ്റിനും HSSTക്കും ഒക്കെ ചോദിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. ഡെവലപ്ഡ് ബൈ ബ്ലേക്ക് ആൻഡ് മൗണ്ടൻ. മാനേജീരിയൽ ഗ്രിഡ് ഡെവലപ്ഡ് ബൈ ബ്ലേക്ക് ആൻഡ് മൗണ്ടൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 ബിഹേവിയറൽ ഡയമെൻഷൻസ്, കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ. മാനേജീരിയൽ ഗ്രിഡ് ബേസ്ഡ് ഓൺ 2 ബിഹേവിയറൽ ഡയമെൻഷൻസ്, concern for people and concern for production.
Concern for people is shown in the vertical axis and concern for production is shown in the horizontal axis. There are 81 combination of concern represented on the grid. മറന്നു പോകരുത്. There are 81 combination of concern represented on the grid. Lake and Mountain define the 5 leadership styles. മാനേജീരിയൽ ഗ്രിഡിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 5 ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇതൊക്കെയാണ്. ഒന്നാമത്തതാണ് അതോറിറ്റേറിയൻ ഓർ ടാസ്ക് മാനേജ്മെൻറ്റ്. 9-1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. 9-1 ഏതാണ്? അതോറിറ്റേറിയൻ ഓർ ടാസ്ക് മാനേജ്മെൻറ്റ്. ഫീച്ചേഴ്സ് നോക്കാം. മാക്സിമം കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ലീസ്റ്റ് കൺസേൺ ഫോർ പീപ്പിൾ. ലീഡർ ഓട്ടോക്രാറ്റിക് ലീഡർ. മാക്സിമം കൺസേൺ ഫോർ പ്രൊഡക്ഷനും ലീസ്റ്റ് കൺസേൺ ഫോർ പീപ്പിളും ഓട്ടോക്രാറ്റിക് ലീഡറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ അതോറിറ്റി ഒബീഡിയൻസ് അപ്രോച്ച്. ഇറ്റ് ഈസ് എ അതോറിറ്റി ഒബീഡിയൻസ് അപ്രോച്ച്. ടാസ്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ആണ് അതോറിറ്റി ഒബീഡിയൻസ് അപ്രോച്ച്. അടുത്ത സ്റ്റൈലാണ് കൺട്രി ക്ലബ്. 19 എന്നാണ് കൺട്രി ക്ലബിനെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് റിവേഴ്സ് ഓഫ് അതോറിറ്റേറിയൻ ഓർ ടാസ്ക് മാനേജ്മെൻറ്റ്. ലീസ്റ്റ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് മാക്സിമം കൺസേൺ ഫോർ പീപ്പിൾ. കൺട്രി ക്ലബിൻ്റെ സവിശേഷതയാണ് ഇറ്റ് ഈസ് റിവേഴ്സ് ഓഫ് അതോറിറ്റേറിയൻ ഓർ ടാസ്ക് മാനേജ്മെൻറ്റ്. ലീസ്റ്റ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് മാക്സിമം കൺസേൺ ഫോർ പീപ്പിൾ. അടുത്ത ലീഡർഷിപ്പ് സ്റ്റൈൽ നോക്കാം. ഇംപവർഷിഡ് മാനേജ്മെൻറ്റ്. ലീസ്റ്റ് കൺസേൺ ഫോർ ബോത്ത് പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് പീപ്പിൾ. ഇംപവർഷിഡ് മാനേജ്മെൻറ്റ്. ദിസ് ലീഡർ ഈസ് ഇൻഎഫിഷ്യൻറ്റ്. അടുത്തതാണ് ടീം മാനേജ്മെൻറ്റ് ഓർ ടീം ലീഡർ. മാക്സിമം കൺസേൺ ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ 9-9 എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് മിഡിൽ ഓഫ് റോഡ് സ്റ്റൈൽ. ബാലൻസ്ഡ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് പീപ്പിൾ. ഇതിനെ തന്നെയാണ് ഡാപ്പൻഡഡ് പെൻഡുലം എന്ന് പറയുന്നത്. 5-5 എന്ന് സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി ഓർത്തു നോക്കാം. അതോറിറ്റേറിയൻ എന്ന് പറയുമ്പോൾ മാക്സിമം കൺസേൺ ഫോർ പ്രൊഡക്ഷനാണ്. കൺട്രി ക്ലബ് എന്ന് പറയുമ്പോൾ മാക്സിമം കൺസേൺ ഫോർ പീപ്പിളാണ്. ഇംപവർഷിഡ് എന്ന് പറയുമ്പോൾ ലീസ്റ്റ് കൺസേൺ ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് പീപ്പിൾ. ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് പീപ്പിൾ. മിഡിൽ ഓഫ് ദി റോഡ് എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് പീപ്പിൾ ആണ്.